തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR ആദ്യഘട്ടം അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങളാണ് ശേഷിക്കുന്നത്. ഇപ്പോഴും എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കലുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനാണ് ഈ വീഡിയോ. പലപ്പോഴും ചെയ്ത വീഡിയോയ്ക്ക് താഴെ പ്രേക്ഷകർ തന്നെ ഉന്നയിച്ച സംശയങ്ങൾ കൂടി ഉൾപ്പെടുത്തി വിപുലമായ സംശയ നിവാരണ വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എല്ലാ ആശങ്കകൾക്കും പരിഹാരം കാണാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുകയാണ്. സംസ്ഥാനത്ത് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ SIRഉം സമാന്തരമായി വന്നതുകൊണ്ട് തന്നെ പലർക്കും ഇത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആശങ്കകളുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നും SIR നടപ്പാക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുമുള്ള പ്രാഥമിക ധാരണയാണ് ആദ്യം വേണ്ടത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പും SIRഉം കൂട്ടിക്കുഴയ്ക്കാതെ വിവരശേഖരണത്തിനുള്ള എന്യൂമറേഷൻ ഫോമുകൾ തെറ്റുകൂടാതെ പൂരിപ്പിച്ചു നൽകുക എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായും പ്രധാനമായും ചെയ്യേണ്ടത്. പലർക്കും ഇപ്പോഴും ഓരോ കോളത്തിലും എന്തൊക്കെയാണ് ഫിൽ ചെയ്യേണ്ടത്, ഏതൊക്കെ ഭാഗം ആരൊക്കെ പൂരിപ്പിക്കണം, 2002ലും 2025ലും വോട്ടുള്ളവർ ഏത് ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് എന്നിങ്ങനെ പലവിധ സംശയങ്ങളുണ്ട്. ഫോം കിട്ടുന്നത് സംബന്ധിച്ചും പൂരിപ്പിച്ച ഫോം തിരികെ നൽകുമ്പോൾ രേഖകൾ സമർപ്പിക്കണോ, ഫോട്ടോ പതിക്കണോ എന്നത് സംബന്ധിച്ചുമെല്ലാം ആശയക്കുഴപ്പങ്ങൾ ഏറെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. 2002ൽ നിന്നും 2025ലേക്കുള്ള ദൂരം ചെറുതല്ലല്ലോ. ഇതിനിടയിൽ പലരും പലയിടത്തേക്കായി താമസം മാറിയിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഫോം കിട്ടില്ലേ? ഇനി ഫോം കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യണം? ഇതിനുള്ള മറുപടിയാണ് പറയുന്നത്. 2025ൽ നിങ്ങളുടെ മേൽവിലാസം എവിടെയാണോ അവിടെയാണ് നിങ്ങൾക്ക് ഫോം ലഭിക്കുക. കാരണം ഒരുപക്ഷെ നിങ്ങൾ 2025ലെ വോട്ടർ ലിസ്റ്റിൽ നിലവിലെ താമസ സ്ഥലമായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക. ഇനി അതല്ല, ഫോം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ നിൽക്കുന്ന പ്രദേശത്തെ BLO അഥവാ ബൂത്ത് ലെവൽ ഓഫീസറെ ബന്ധപ്പെട്ടാൽ മതി. BLO നിങ്ങൾക്ക് നേരിട്ടറിയുന്ന ആളാണ് എങ്കിൽ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാം. അല്ലെങ്കിൽ voters.eci.gov.in എന്ന സൈറ്റിൽ നിന്ന് BLOയെ വിളിക്കാനുള്ള നമ്പർ ലഭിക്കും. ഇനി അടുത്ത ചോദ്യം. 2002ൽ വോട്ട് ചെയ്ത ഒരാൾ അതിനുശേഷം വിവാഹിതയായി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവർക്ക് ഫോം എവിടെയാണ് ലഭിക്കുക? ഇതിനുള്ള ഉത്തരം, വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവിന്റെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് വോട്ട് മാറ്റിയിട്ടുണ്ട് എങ്കിൽ 2025ലെ പട്ടികയിൽ വോട്ടും ഉണ്ടെങ്കിൽ ഫോം ഭർത്താവിന്റെ വീട്ടിലെത്തും. ഫോമിന്റെ A-B കോളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2002ലെ പട്ടികയിലെ നിങ്ങളുടെ പേര്, വോട്ടർ ID നമ്പർ, മണ്ഡലത്തിന്റെ പേര്, അന്ന് പട്ടികയിലുള്ള ബന്ധുവിന്റെ പേര് തുടങ്ങിയവയാണ് ഫോമിൽ നൽകേണ്ടത്. മറ്റൊരു മണ്ഡലമാണ് എങ്കിലും പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ഭർത്താവിന്റെ വീട്ടിലേക്ക് ഫോം മാറ്റിയെങ്കിലും ഇപ്പോൾ നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് പഴയ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ്. ഇനി മുൻകാലങ്ങളിൽ വോട്ട് ചെയ്തിട്ടും ഇപ്പോൾ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ എന്യൂമറേഷൻ ഫോം ലഭിക്കുമോ എന്നതാണ് പലർക്കുമുള്ള സംശയം. അതിനുള്ള മറുപടി, മുൻപ് ഏതെല്ലാം കാലങ്ങളിൽ ഏതെല്ലാം തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. 2025ൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ പേരുണ്ടെങ്കിലേ ഫോം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം പുതിയ വോട്ട് ചേർക്കുന്നതിനുള്ള ഫോം 6ൽ അപേക്ഷ നൽകണം. പക്ഷേ ഇത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷമേ നടക്കുകയുള്ളൂ. 2025ലെ പട്ടികയിൽ വോട്ടുണ്ടെങ്കിലും 2002ൽ വോട്ട് എവിടെയായിരുന്നുവെന്ന് അറിയാത്തവർക്ക് അക്കാര്യം കണ്ടെത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. BLO സഹായിച്ചില്ല, അല്ലെങ്കിൽ BLOക്ക് അറിയില്ല എങ്കിൽ ഇതിനുള്ള വെബ്സൈറ്റ് ceo.kerala.gov.in/voter-search ഈ ലിങ്കിൽ കയറി സെർച്ച് ചെയ്താൽ മതി. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി തയ്യാറാക്കുന്ന വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് SIR നടക്കുന്നത്. ഇത് പരിശോധിച്ചാൽ മാത്രമേ അന്ന് വോട്ടുണ്ടായിരുന്നതിന്റെ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പട്ടികയ്ക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല. അതിലെ വിവരങ്ങൾ എന്യൂമറേഷൻ ഫോമിൽ എഴുതേണ്ടതുമില്ല.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടെങ്കിലും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പട്ടികയിൽ വോട്ടുണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇനി മറ്റൊരു സംശയമുള്ളത്, 2002 മറ്റൊരു ജില്ലയിലോ വേറൊരു മണ്ഡലത്തിലോ ആയിരുന്നു വോട്ട് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ 2025 ഒക്ടോബറിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്നത്. 2002 മറ്റൊരു ജില്ലയിലോ മണ്ഡലത്തിലോ വോട്ടുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ മറ്റൊരിടത്താണ് എങ്കിൽ ഇപ്പോഴത്തെ മണ്ഡലത്തിലാണ് എന്യൂമറേഷൻ ഫോം ലഭിക്കുക. പക്ഷേ ഫോം പൂരിപ്പിക്കുന്ന സമയം 2002 ഏത് മണ്ഡലത്തിലായിരുന്നോ താമസിച്ചിരുന്നത്, എവിടെയാണോ വോട്ട് ചെയ്തത്, ആ മണ്ഡലത്തിലെ വിവരങ്ങളാണ് പൂരിപ്പിച്ചു നൽകേണ്ടത്. അതും ഫോമിന്റെ രണ്ടാം ഭാഗത്തിൽ 2002 വിവരങ്ങൾ ആവശ്യപ്പെടുന്ന ബി കോളത്തിലാണ് ഇത് പൂരിപ്പിക്കേണ്ടത്. ഇനി അടുത്ത ചോദ്യം, പ്രവാസികൾ അതുപോലെ ഇപ്പോൾ വീട്ടിൽ ഇല്ലാത്തവർ ഇവരൊക്കെ ഫോം പൂരിപ്പിക്കാൻ എന്ത് ചെയ്യണം? ജോലി ആവശ്യാർത്ഥം വിദേശത്തോ മറ്റേതെങ്കിലും സ്ഥലത്തോ താമസക്കാരായവർ, പഠനാവശ്യത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ എന്നിവരാണ് ഈ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഇതിനായി 2 മാർഗങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒന്ന്, ഇവരുടെ ഫോം വീട്ടിലെത്തിയാൽ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകാൻ സാധിക്കും. മറ്റൊരു വഴി ഓൺലൈനായി ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യുക എന്നതാണ്. ഓൺലൈൻ നടപടിക്രമം താരതമ്യേന സങ്കീർണമാണ് എന്നിരിക്കെ ആദ്യം പറഞ്ഞ മാർഗമായിരിക്കും നല്ലത്. അല്പം കൂടി പ്രായോഗികമായതും ലളിതവുമായ സൗകര്യവും ഇതാണ്. വിവരങ്ങൾ കൃത്യമായിരിക്കണം എന്ന് മാത്രം. ഇനി 2002 2025 പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾ എന്ത് ചെയ്യണം? പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഫോം എ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 2002 2025 പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾ ഉണ്ടെങ്കിൽ 6A എന്ന ഫോമാണ് പൂരിപ്പിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന എന്യൂമറേഷൻ ഫോം വിവരശേഖരണത്തിൽ ഇവർ ഈ ഫോം നൽകേണ്ടതില്ല. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഡിസംബർ 9 ശേഷം മാത്രം നൽകിയാൽ മതി. പ്രവാസികളുടെ എന്യൂമറേഷൻ ഫോം എംബസികൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് നേരത്തെ മാനദണ്ഡം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ആ നിർദ്ദേശം പിൻവലിച്ചിട്ടുണ്ട്. വീട്ടുകാരോ അടുത്ത ബന്ധുക്കളോ ഏറ്റുവാങ്ങി ഒപ്പിട്ട് നൽകിയാൽ മതിയാകും. ഒരാൾ പ്രവാസി അല്ലെങ്കിൽ ഓവർസീസ് വോട്ടറായും ജനറൽ വോട്ടറായും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ 2 ഫോമുകൾ ലഭിച്ചേക്കും. അങ്ങനെ സംഭവിച്ചാൽ ഏത് വോട്ടാണോ നിലനിർത്തേണ്ടത് അതിൻ്റെ ഫോം മാത്രം നൽകിയാൽ മതി. ഇനി മറ്റൊരു ചോദ്യമുള്ളത്, കുടുംബ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നവർ എന്ത് ചെയ്യണം? ഇതിനുള്ള ഉത്തരം, വോട്ടർ കുടുംബ വീട്ടിൽ നിന്ന് താമസം മാറിയാലും വോട്ട് അവിടെ തന്നെ നിലനിൽക്കുകയാണ് എങ്കിൽ എന്യൂമറേഷൻ ഫോം വോട്ടുള്ള കുടുംബ വീട്ടിൻ്റെ വിലാസത്തിലാണ് ലഭിക്കുക. അത് വാങ്ങി പൂരിപ്പിച്ച് നൽകുക. ആവശ്യമെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന വാടക വീടുള്ള സ്ഥലത്തേക്കോ അല്ലെങ്കിൽ സ്വന്തം വീടുള്ള സ്ഥലത്തേക്കോ വോട്ട് മാറ്റുകയും ചെയ്യാം. ഇനി 2002 2025 മണ്ഡലം ഒന്ന് തന്നെ ആയിരിക്കുമോ? ഇതിനുള്ള ഉത്തരം, 2002 2025 താരതമ്യം ചെയ്യുമ്പോൾ മണ്ഡലങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ പലയിടങ്ങളിലും 2002 ശേഷം മണ്ഡല പുനർനിർണയം നടന്നതിനാൽ മണ്ഡലങ്ങൾ മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് കോട്ടയം ജില്ലയിലെ വാഴൂർ മണ്ഡലം 2011 കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ ലയിച്ചു. പഴയ വാഴൂർ മണ്ഡലത്തിൽപ്പെട്ടവർ 2002 വിവരം നൽകേണ്ട കോളത്തിൽ വാഴൂർ എന്നും ഇപ്പോഴത്തെ മണ്ഡലമായി കാഞ്ഞിരപ്പള്ളിയുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഇരു മണ്ഡലങ്ങളുടെയും നമ്പറുകളും മാറിയിട്ടുണ്ടാകും. അതും ഈ അവസരത്തിൽ ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു ചോദ്യം, മറ്റൊരു സംശയമുള്ളത്, 2002 2025 പേര് തെറ്റായാലോ രക്ഷിതാവ് മരിച്ചാലോ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. 2002 2025 പട്ടികകളിൽ പേര് വ്യത്യാസം ഉണ്ടെങ്കിലോ 2002 വിവരങ്ങൾ ആവശ്യപ്പെടുന്ന കോളത്തിൽ 2002 പട്ടികയിൽ എന്താണ് ഉള്ളത് അത് അതേപടി പൂരിപ്പിച്ചു നൽകുകയാണ് വേണ്ടത്. 2002 2025 പട്ടികയിൽ ഉൾപ്പെട്ടയാൾ ഒന്ന് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുക എന്നതാണ് ഇപ്പോൾ നടക്കുന്ന വിവര സമാഹരണത്തിന്റെ ലക്ഷ്യം. പഴയ വിവരങ്ങൾ പൂരിപ്പിച്ചു നൽകിയാലും 2025 പട്ടികയിൽ എങ്ങനെയാണോ പേര് വിവരങ്ങൾ അതേപടിയാകും ഡിസംബർ 9 പുറത്തിറങ്ങുന്ന SIRന്റെ കരട് പട്ടികയിലും രേഖപ്പെടുത്തുക. ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുന്നതിന് പിന്നീട് അവസരം നൽകും. 2002 പട്ടികയിൽ ഉൾപ്പെടാതെ 2025 പട്ടികയിൽ ഉൾപ്പെട്ട ഒരാളുടെ രക്ഷിതാവ് 2002 ഉണ്ടെങ്കിൽ ആ രക്ഷിതാവിന്റെ വിവരം ചേർക്കണം. രക്ഷിതാവ് ഇതിനിടയിൽ മരണപ്പെട്ടയാളാണ് എങ്കിലും
രക്ഷിതാവിന്റെ പേര് വിവരങ്ങൾ പട്ടികയിൽ ഉണ്ടായിരുന്നാൽ മതി. ആ വിവരങ്ങൾ ഫോമിൽ പൂരിപ്പിച്ചാൽ നടപടി പൂർത്തിയാകും. മറ്റു രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഇനി വോട്ടർ പട്ടികയിലെ ക്രമനമ്പരും എപ്പിക് നമ്പരും മാറുമോ? ഫോം പൂരിപ്പിക്കേണ്ട ഭാഷ ഏതായാലും കുഴപ്പമുണ്ടോ എന്ന ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം 2002-ലും 2025-ലും വോട്ടർ തിരിച്ചറിയൽ കാർഡ് നമ്പരും ക്രമനമ്പരും ഒരിക്കലും ഒന്നായിരിക്കില്ല. മാറ്റം വരാം. കാരണം വോട്ടർ പട്ടികയിലെ കൂട്ടിച്ചേർക്കലുകളും വെട്ടിക്കുറയ്ക്കലുകളും നിരന്തരമായി നടക്കുന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് ക്രമനമ്പർ തീർച്ചയായും മാറും. എപ്പിക് നമ്പരും പലരുടെയും 2002-ലേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പക്ഷേ 2002-ലെ വിവരങ്ങൾ പൂരിപ്പിക്കാനുള്ള കോളത്തിൽ അന്നത്തെ നമ്പർ മാത്രമേ രേഖപ്പെടുത്താൻ പാടുള്ളൂ. ഇനി ഫോം പൂരിപ്പിക്കാൻ മലയാളമോ ഇംഗ്ലീഷോ തിരഞ്ഞെടുക്കാം. അതിൽ ഒരു നിർബന്ധവുമില്ല. മലയാളത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്. അതിനി ഇംഗ്ലീഷിലായാലും സ്വീകരിക്കും. BLO മലയാളത്തിലായിരിക്കും മൊബൈൽ ആപ്പിൽ വിവരങ്ങൾ രേഖപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ വോട്ടർ ഇന്ന ഭാഷയിൽ മാത്രമേ പൂരിപ്പിക്കാവൂ എന്ന് നിഷ്കർഷിച്ചിട്ടില്ല. ഇനി ഒരുപക്ഷെ നമ്മൾ പൂരിപ്പിച്ച ഫോമിൽ തെറ്റുകൾ വന്നാൽ എന്തു ചെയ്യും? പേടിക്കേണ്ട, അതൊന്ന് വെട്ടി മാറ്റി എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ വൈറ്റ്നർ ഉപയോഗിച്ച് മാച്ച് വീണ്ടും അതിന് മുകളിലൂടെ എഴുതാം. മറ്റൊരു ചോദ്യം, ഓൺലൈനായി അപേക്ഷ പൂരിപ്പിക്കാൻ എന്തെല്ലാം നടപടിക്രമങ്ങളാണ് ചെയ്യേണ്ടത്? ഇത് എത്രത്തോളം സങ്കീർണമാണ് എന്നാണ്. ഓൺലൈൻ ഫോം പൂരിപ്പിക്കാൻ വോട്ടർ ID-യിലെയും ആധാറിലെയും പേരുകൾ ഒന്നാണോ എന്ന് ഉറപ്പാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. വോട്ടർ ID മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി അഥവാ മൊബൈൽ നമ്പർ വോട്ടർ ID-യുമായി ബന്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ ഫോം 8 ഉപയോഗിച്ച് വോട്ടർ ID-യും മൊബൈൽ നമ്പരും ബന്ധിപ്പിക്കണം. voters.eci.gov.in എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്ത് കറക്ഷൻ ഓഫ് എൻട്രീസ് ഫിൽ ഫോം 8 to get epic with updated or replacement or marking of PWD എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഏത് വോട്ടർ ID-യുമായാണോ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കേണ്ടത് ആ ID തിരഞ്ഞെടുക്കുക. അപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടോറൽ റോൾ എന്ന വിഭാഗത്തിൽ മൊബൈൽ നമ്പർ ടിക്ക് ചെയ്ത ശേഷം ഫോൺ നമ്പർ ആഡ് ചെയ്യുക. അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഇനി വോട്ടർമാർക്ക് സ്വന്തം ഓൺലൈൻ ഫോം മാത്രമേ പൂരിപ്പിക്കാൻ സാധിക്കൂ എന്നത് മനസ്സിലാക്കണം. കാരണം ഫോമുകൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. എപ്പിക്കിലുള്ള പേരും, അതായത് എപ്പിക് 2025-ലുള്ള പേരും ആധാർ ഉപയോഗിക്കുന്ന സൈൻ ടൂളിലെയും പേരും കൃത്യമായി ഒരുപോലെയായിരിക്കണം. ഫോം സൈൻ വഴി മാത്രമേ സമർപ്പിക്കാനാകൂ എന്ന് ശ്രദ്ധിക്കണം. ഈ വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്ത വോട്ടർമാർ BLOമാർ മുഖേനയാണ് ഫോം സമർപ്പിക്കേണ്ടത്. ഓൺലൈനായും അല്ലെങ്കിലും ഫോട്ടോ പതിക്കൽ നിർബന്ധമില്ല. ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം പുതിയ ഫോട്ടോ പതിപ്പിച്ചാൽ മതി. ഇനി ഫോം പൂരിപ്പിച്ച് നൽകിയ ശേഷം അടുത്ത നടപടി എന്താണ്? വോട്ടർമാരിൽ നിന്ന് ലഭിച്ച പൂരിപ്പിച്ച ഫോമുകൾ BLO തുടർ നടപടികൾക്കായി അപ്ലോഡ് ചെയ്യും. ഇതുപയോഗിച്ചാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ അല്ലെങ്കിൽ ERO കരട് പട്ടിക തയ്യാറാക്കുന്നത്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകിയ എല്ലാവരും ഡിസംബർ 9-ന് പുറത്തിറങ്ങുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉണ്ടാകേണ്ടതാണ്. പൂരിപ്പിച്ച് നൽകിയിട്ടും കരട് പട്ടികയിൽ പേരില്ലെങ്കിൽ ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെ പരാതി നൽകാൻ അവസരമുണ്ട്. കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ ഫോമുകളിൽ നൽകിയ വിവരങ്ങൾ വെരിഫൈ ചെയ്യുകയുള്ളൂ. ഇനി പൂരിപ്പിച്ച ഫോം തിരികെ നൽകാത്തവരുടെ പട്ടിക പ്രത്യേകമായി പ്രസിദ്ധീകരിക്കും. മരണം, സ്ഥലമാറ്റം, അസാന്നിധ്യം, ഇരട്ടിപ്പ് തുടങ്ങിയ വിവിധ കാരണങ്ങളാൽ പലരുടെയും ഫോമുകൾ തിരികെ വരില്ല. ഇവരുടെ പട്ടികയാണ് ബൂത്ത് അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കുക. ഫോം തിരികെ നൽകാത്തതിന് കാരണമായി BLO രേഖപ്പെടുത്തിയ കാരണവും അതിനൊപ്പമുണ്ടാകും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഫോം പൂരിപ്പിച്ച് നൽകാൻ കഴിയാത്തവർക്ക് ഫോം 6 ഉപയോഗിച്ച് പട്ടികയിൽ ഇടം നേടാൻ വീണ്ടും അപേക്ഷ നൽകാം. ഇതിനൊപ്പം നിശ്ചിത മാതൃകയിലുള്ള ഡിക്ലറേഷനും നൽകേണ്ടി വരും. ഇനി മറ്റൊരു കാര്യമുള്ളത്, സ്വന്തം പേരും ബന്ധുക്കളും 2002-ലെ പട്ടികയിൽ ഇല്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിനുള്ള ഉത്തരം, ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഫോമിന്റെ ഭാഗം മാത്രം പൂരിപ്പിച്ചാൽ മതി. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ഇവർക്ക് നോട്ടീസ് അയക്കും. ഈ സമയം നിശ്ചിത രേഖകൾ നൽകണമെന്ന് മാത്രം. 1987 ജൂലൈ 1-ന് മുൻപ് ജനിച്ചവർ ജനന തീയതിയും സ്ഥലവും തെളിയിക്കുന്ന രേഖ നൽകണം. 1987 മുതൽ 2004 വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ സ്വന്തം ജനന രേഖയ്ക്ക് പുറമെ അച്ഛൻ്റെയോ അമ്മയുടെയോ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടി സമർപ്പിക്കണം. 2004-ന് ശേഷം ജനിച്ചവരാണ് എങ്കിൽ സ്വന്തം രേഖയ്ക്കൊപ്പം അച്ഛൻ്റെയും അമ്മയുടെയും രേഖകൾ വേണം.
മാതാപിതാക്കൾ ഇന്ത്യക്കാരല്ലെങ്കിൽ വോട്ടറുടെ ജനന സമയത്ത് അവർക്കുണ്ടായിരുന്ന പാസ്പോർട്ടിന്റെയോ വിസയുടെയോ പകർപ്പ് നൽകണം. സർക്കാർ ജീവനക്കാരുടെ തിരിച്ചറിയൽ കാർഡ്, പെൻഷൻ പേയ്മെന്റ് ഓർഡർ, സർക്കാർ പ്രാദേശിക ഭരണകൂടങ്ങൾ, ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ, LIC, പൊതുമേഖലാ ബാങ്കുകൾ, 1987 മുൻപ് ഇഷ്യൂ ചെയ്ത ID കാർഡുകൾ, ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ്, വനാവകാശ സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ്, നാഷണൽ രജിസ്ട്രാർ ഓഫ് സിറ്റിസൺസ് അഥവാ NRC അത് ബാധകമാകുന്ന ഇടങ്ങളിൽ മാത്രം നൽകുക. സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ, സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിന്റെ സർട്ടിഫിക്കറ്റ്, ആധാർ എന്നീ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കിയാൽ മതി. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, ആധാർ തിരിച്ചറിയലിന് മാത്രമേ ഉപയോഗിക്കാവൂ. പൗരത്വം തെളിയിക്കുന്നതിന് അധിക രേഖകൾ നൽകേണ്ടി വരും. ഇനി മക്കൾ പഠനത്തിന്റെ ഭാഗമായി വീട്ടിലില്ല എങ്കിൽ അവരുടെ ഫോം എന്ത് ചെയ്യും? ഇതിനുള്ള ആൻസർ നേരത്തെ പറഞ്ഞതാണ്. അതായത് വീട്ടിലുള്ള ഒരു മുതിർന്ന അംഗത്തിന് മറ്റുള്ളവരുടെ ഫോം അവർക്ക് വേണ്ടി പൂരിപ്പിച്ചു നൽകാം. വീട്ടിലില്ലാത്ത കുടുംബത്തിന്റെ പേരിലാണ് ഫോം പൂരിപ്പിക്കുന്നത് എങ്കിൽ മുതിർന്ന ഏതെങ്കിലും ഒരു അംഗത്തിന് ഒപ്പിടാം. അവിടെ ബന്ധം സൂചിപ്പിക്കണമെന്ന് മാത്രം. മറ്റൊരാൾ ചോദിച്ച സംശയം, വിവാഹം കഴിഞ്ഞ് കുറെ വർഷങ്ങളായി ഭർത്താവിന്റെ വീട്ടിലാണ് വോട്ട്, 2002 വോട്ട് ഉണ്ടായിരുന്നില്ല, SIRൽ എന്തു ചെയ്യണമെന്നാണ്. ഇതിനുള്ള മറുപടി, 2025 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ട് എങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ ഫോം ലഭിക്കും. ഫോമിന്റെ A-C ഭാഗങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. 2002 നിങ്ങളുടെ അച്ഛൻ, അമ്മ, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ തുടങ്ങിയവരിൽ ആർക്കെങ്കിലും വോട്ട് ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കുക. ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛന്റെ പേരുണ്ട് എങ്കിൽ ബന്ധുവിന്റെ കോളത്തിൽ, അതായത് C ഭാഗത്ത് അദ്ദേഹത്തിന്റെ പേര് നൽകാം. നിങ്ങളിപ്പോൾ താമസിക്കുന്ന മണ്ഡലത്തിലല്ല അന്ന് അച്ഛന് വോട്ടുള്ളത് എങ്കിലും പ്രശ്നമില്ല. C ഭാഗം പൂരിപ്പിക്കുമ്പോൾ വോട്ടറുടെ പേരിന് നേരെ അച്ഛന്റെ പേരും ബന്ധുവെന്ന കോളത്തിൽ 2002 പട്ടികയിൽ അച്ഛന്റെ ബന്ധുവായി റിലേറ്റഡ് പേഴ്സൺ വെച്ചിരിക്കുന്ന ആളുടെയും പേര് നൽകുക. മണ്ഡലം, മണ്ഡലത്തിന്റെ നമ്പർ, ഭാഗ നമ്പർ, ക്രമ നമ്പർ തുടങ്ങിയവ പൂരിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ഛൻ 2002 വോട്ടറായിരുന്ന മണ്ഡലത്തിന്റെ പേരും വിവരങ്ങളുമാണ് നൽകേണ്ടത്. ഫോമിന്റെ ആദ്യ ഭാഗം, അതായത് A പൂരിപ്പിക്കുമ്പോൾ നൽകേണ്ടത് ഇപ്പോഴുള്ള വിവരങ്ങളാണ്. അത് 2002 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അന്നത്തെ പട്ടികയിൽ ഉണ്ടായിരുന്ന ബന്ധുവിനെ എങ്ങനെ കണ്ടെത്തുമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടി ceo.kerala.gov.in/voters-search ഇത് തുറന്ന് ജില്ല, നിയമസഭാ മണ്ഡലം, ബൂത്ത്, പേര് എന്നിവ വെച്ച് സെർച്ച് ചെയ്യാം. ഓർക്കുക, 2002 ബന്ധു വോട്ടറായിരുന്ന മണ്ഡലവും ബൂത്തുമാണ് നൽകേണ്ടത്. മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുള്ള ഗൂഗിൾ ടൂൾ ഒപ്പം കാണാം. ബൂത്ത് ഓർമ്മയില്ല എങ്കിലും പേര് ടൈപ്പ് ചെയ്തും സെർച്ച് ചെയ്യാം. വീട്ടിൽ ഒരാളുടെ പേര് കണ്ടെത്താനായാൽ വീട്ടു നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ബാക്കിയുള്ളവരുടെ വിവരങ്ങളും കിട്ടും. അന്നത്തെ പേര്, ID കാർഡ് നമ്പർ, അതായത് എപ്പിക് നമ്പർ, ബന്ധു, അയാളുമായുള്ള ബന്ധം, പാർട്ട് നമ്പർ, അതായത് ഭാഗ നമ്പർ, പാർട്ട് സീരിയൽ നമ്പർ, അതായത് ക്രമ നമ്പർ എന്നിവയെല്ലാം അവിടെ ലഭിക്കും. സെർച്ചിങ് ബുദ്ധിമുട്ടായി തോന്നുകയാണ് എങ്കിൽ BLOയുടെ സഹായം ചോദിക്കാം. 2025 പട്ടികയിൽ ഒരാൾക്ക് പേരുണ്ട്, പക്ഷെ അയാൾ അടുത്തിടെ താമസം മാറിപ്പോയി. എങ്ങനെ SIR ഫോം ലഭിക്കുമെന്നാണ് ചിലർക്കുള്ള സംശയം. അപ്പോൾ വീടിരുന്ന സ്ഥലത്തെ ബൂത്ത് ലെവൽ ഓഫീസറുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഓൺലൈൻ ഫോം പൂരിപ്പിക്കാം. ഇതിനായി voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ ഫിൽ എന്യൂമറേഷൻ ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ചാൽ മതി. എന്യൂമറേഷൻ ഫോം തിരികെ നൽകുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായി ഫോം പൂരിപ്പിച്ച് നൽകാൻ ഈ സംശയ നിവാരണങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കും. സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് ഈ നടപടികൾ പൂർത്തിയാക്കി ഫോം BLOമാരെ തിരിച്ചേൽപ്പിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സമ്മതിദാനാവകാശം സംരക്ഷിക്കുക. ഇനി ഇതിൽ കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്കും ഒപ്പം ആ വീഡിയോയുടെ കുറച്ചു ഭാഗം കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. ഓർക്കുക, ചിലർ ചോദിക്കും ഇത്രയും പാടാണല്ലോ ഇത് പൂരിപ്പിക്കാൻ എന്ന്. ഒരു പാടുമില്ല. ഏറ്റവും സിമ്പിളായിട്ട് പൂരിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ SIR ഫോം എന്നുള്ളത്. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും പല കമൻറ്റുകൾക്കും മറുപടി പറയുന്നുണ്ട്. BLOമാരായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ അടുത്തുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി ബന്ധപ്പെടാം, അവരും സഹായിക്കും. കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കുക, പലരും ചോദിക്കുന്നു SIR പൂരിപ്പിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന്. ഒരു കുഴപ്പവുമില്ല. പൗരത്വം നഷ്ടപ്പെടില്ല. നിങ്ങൾ ഇന്ത്യൻ പൗരൻ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു രാഷ്ട്രീയ ആദർശമുണ്ട് എങ്കിൽ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് ഒരു ചായ്വുണ്ട് എങ്കിൽ
അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയോട് പ്രത്യേക ഇഷ്ടമുണ്ട് എങ്കിൽ ആ സ്ഥാനാർത്ഥി ഒരുപക്ഷെ നിങ്ങളുടെ വോട്ട് കിട്ടാതെ തോറ്റുപോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഒരു വോട്ടിനല്ല, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന പലരുണ്ടെങ്കിൽ പല മടങ്ങാകും ആ വോട്ടിൻ്റെ തുക. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഒരു എന്യൂമറേഷൻ ഫോമിനെ നമുക്ക് എ, ബി, സി എന്നിങ്ങനെ 3 ഭാഗങ്ങളായി തിരിക്കാം. ഓരോ ഭാഗങ്ങളിലും എത്ര കോളങ്ങളുണ്ട്, ആരൊക്കെ ഏതൊക്കെ കോളങ്ങൾ പൂരിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഫോം പൂരിപ്പിക്കേണ്ട ആളുകളെയും എളുപ്പത്തിനായി 3 തരക്കാരായി തിരിക്കാൻ പോകുകയാണ്. 1. 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർ. 2. 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത എന്നാൽ ബന്ധുക്കൾ 2002 പട്ടികയിൽ ഉൾപ്പെട്ടവർ. 3. 2002 വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ ബന്ധുക്കളുടെ പേരോ പോലും ഇല്ലാത്തവർ. ഇവർ എങ്ങനെയാണ് ഫോം പൂരിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇതിലെ ആശയക്കുഴപ്പങ്ങൾ പൂർണ്ണമായും മാറും. ഉദാഹരണത്തിന് ജയരാജൻ എന്ന പേരുള്ള ഒരു വ്യക്തിയെ എടുക്കാം. വെറും ഉദാഹരണം മാത്രമാണ്. 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആളാണ് ഈ ജയരാജൻ. ഇയാൾ എന്യൂമറേഷൻ ഫോമിന്റെ എ, ബി ഭാഗങ്ങൾ മാത്രം പൂരിപ്പിച്ചാൽ മതി. ഇനി മറ്റൊരാൾ സതീഷ് എന്നാണ് പേരെന്നിരിക്കട്ടെ. സതീഷ് 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നിരിക്കട്ടെ. അതായത് സതീഷ് 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാളാണ് എന്ന് സങ്കല്പിക്കുക. എന്നാൽ ഇയാളുടെ അച്ഛൻ, സതീഷിന്റെ അച്ഛൻ 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സതീഷ് പൂരിപ്പിക്കേണ്ടത് ഫോമിന്റെ എ, സി ഭാഗങ്ങളാണ്. ഇനി മൂന്നാമത്തെ ഒരാളെ കൂടി നോക്കാം. സന്തോഷ് എന്ന് പേരുള്ള ഒരാൾ. സന്തോഷ് 2025 വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുകയും ഇയാളുടെ ബന്ധുക്കൾ ആരും തന്നെ 2002 പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇയാൾ ഫോമിന്റെ എ ഭാഗം മാത്രം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകിയാൽ മതിയാകും. പൂരിപ്പിക്കേണ്ട രീതി കൂടി അല്പം വിശദമായി എന്നാൽ ലളിതമായി പറയാൻ ശ്രമിക്കാം. എന്യൂമറേഷൻ ഫോമിന്റെ എ ഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3 വിഭാഗത്തിൽപ്പെട്ടവരും പൂരിപ്പിക്കേണ്ടതാണ്. അതായത് എല്ലാ ആളുകളും പൂരിപ്പിക്കേണ്ടതാണ്. എ വിഭാഗത്തിൽ സ്വന്തം ജനന തീയതി, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, അച്ഛൻ, അമ്മ, ജീവിത പങ്കാളി എന്നിവരുടെ പേരുകൾ, ഇവരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ അഥവാ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അതും എഴുതണം. എപ്പിക് നമ്പർ എന്താണ് എന്ന് ഒരിക്കൽ കൂടി പറയാം. നിങ്ങളുടെ വോട്ടർ ID കാർഡിൽ കാണുന്ന 10 അക്ക നമ്പറാണ് എപ്പിക് നമ്പർ. ഇത്രയും വിവരങ്ങൾ അല്ലെങ്കിൽ 9 വിവരങ്ങളാണ് എ ഭാഗത്തെ കോളങ്ങളിൽ നൽകേണ്ടത്. ഇനി രണ്ടാമത്തെ കോളമായ ബി ഭാഗത്ത് 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർ പൂരിപ്പിക്കേണ്ടതാണ്. 2002 പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതേപടി എഴുതി നൽകിയാൽ മതി. അന്നത്തെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ പേരുണ്ടായിരുന്നത് അതേപടി തന്നെ എഴുതണം. ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിലോ തിരിച്ചറിയൽ കാർഡിലോ പേരിൽ മാറ്റമുണ്ടെങ്കിൽ പോലും ബി ഭാഗം പൂരിപ്പിക്കുമ്പോൾ 2002 പട്ടികയിലുള്ളത് അതേപോലെയാണ് എഴുതേണ്ടത്. വോട്ടറുടെ പേര്, 2002 പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതേ എപ്പിക് നമ്പർ, അന്നത്തെ പട്ടികയിലുള്ള എപ്പിക് നമ്പർ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കണം. ഇനി അന്ന് എപ്പിക് നമ്പർ ഇല്ലാത്ത തിരിച്ചറിയൽ കാർഡ് ഉള്ളവരായിരുന്നുവെങ്കിൽ ആ നമ്പർ എഴുതുകയും വേണ്ട. ബന്ധുവിന്റെ പേര്, തന്റെ പേരിന് നേരെ ആരുടെ പേരാണോ ബന്ധു എന്ന കോളത്തിൽ എഴുതിയിട്ടുള്ളത് അവരുടെ പേരാണ് ഈ ബന്ധുവിന്റെ നേരെ എഴുതേണ്ടത്. ഉദാഹരണത്തിന് 2002 പട്ടികയിൽ പേരുള്ള ജയരാജൻ എ, ബി ഭാഗങ്ങൾ പൂരിപ്പിക്കണം. ബി ഭാഗം പൂരിപ്പിക്കുമ്പോൾ ജയരാജൻ ചെയ്യേണ്ടത് എ ഭാഗത്തിൽ ജനന തീയതി, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, അച്ഛൻ, അമ്മ, ജീവിത പങ്കാളി എന്നിവരുടെ പേരുകൾ, ഇവരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ അഥവാ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അതും രേഖപ്പെടുത്തിയ ശേഷം ബി ഭാഗത്ത് 2002 പട്ടികയിലെ വിവരങ്ങൾ അതേപടി ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ബന്ധുവിന്റെ പേരിന്റെ സ്ഥാനത്ത് അന്നത്തെ പട്ടികയിൽ ആരുടെ പേരാണോ എഴുതിയിട്ടുള്ളത് അവരുടെ പേരാണ് ചേർക്കേണ്ടത്. അഥവാ ജയരാജന്റെ അച്ഛന്റെ പേരാണ് ഇവിടെ ബന്ധുവായി നൽകേണ്ടത്. അച്ഛന്റെ പേരാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ. ഇനി സി ഭാഗം 2002 പട്ടികയിൽ സ്വന്തം പേരില്ലാത്ത എന്നാൽ ഉറ്റ ബന്ധുക്കളുടെ പേരുകൾ ഉൾപ്പെട്ടവർ പൂരിപ്പിക്കേണ്ടതാണ്. സതീഷിന്റെ പേര്, സതീഷ് എന്നത് ഒരു ഉദാഹരണത്തിന് ഞാൻ എടുത്ത പേരാണ്.
ഈ സതീഷിന്റെ പേര് 2002 പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയും 2025 പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സതീഷിന്റെ അച്ഛനോ മറ്റേതെങ്കിലും ഉറ്റ ബന്ധുക്കളോ 2002 പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഭാഗം സതീഷ് പൂരിപ്പിക്കണം. സി ഭാഗത്തിൽ വോട്ടറുടെ പേര് എന്ന സ്ഥാനത്ത് ഒരിക്കലും നിങ്ങളുടെ പേരല്ല ചേർക്കേണ്ടത്. ഒരിക്കൽ കൂടി പറയാം, ഈ സി ഭാഗത്തിൽ വോട്ടറുടെ പേര് എന്ന സ്ഥാനത്ത് ഒരിക്കലും നിങ്ങളുടെ പേരല്ല ചേർക്കേണ്ടത്. അഥവാ സതീഷാണ് പൂരിപ്പിക്കുന്നത് എങ്കിൽ സതീഷിന്റെ പേരിന് പകരം സി ഭാഗത്തിലെ വോട്ടറുടെ പേര് എന്ന കോളത്തിൽ അച്ഛൻ, അമ്മ, അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നിവരിൽ ആരുടെയെങ്കിലും പേരാണ് ചേർക്കേണ്ടത്. ഉദാഹരണത്തിന് സതീഷിന്റെ അച്ഛൻ സുധാകരൻ എന്നിരിക്കട്ടെ. അപ്പോൾ സതീഷ് അവിടെ ചെയ്യേണ്ടത് അച്ഛൻ സുധാകരന്റെ പേരാണ് എഴുതേണ്ടത്. മാതാപിതാക്കൾ മരിച്ചതാണ് എങ്കിലും അവരുടെ പേര് ചേർക്കുന്നതിന് തടസ്സമില്ല. എപ്പിക് നമ്പറിൽ അച്ഛൻ സുധാകരന്റെ 2002 പട്ടികയിലെ എപ്പിക് നമ്പറാണ് ചേർക്കേണ്ടത്. ബന്ധുവിന്റെ പേരിന്റെ സ്ഥാനത്ത് 2002 പട്ടികയിൽ സുധാകരന്റെ ബന്ധുവായി ചേർത്തിരിക്കുന്ന ആളുടെ പേര് അച്ഛന്റെ പേരാണ് എങ്കിൽ അവിടെ എഴുതേണ്ടത് അച്ഛന്റെ പേര് ബന്ധം എന്ന കോളത്തിൽ പിതാവ് എന്ന് ചേർക്കണം. നിയമസഭാ മണ്ഡലത്തിന്റെ പേര്, നമ്പർ, ഭാഗം നമ്പർ, ക്രമനമ്പർ എന്നീ വിവരങ്ങൾ 2002 വോട്ടർ പട്ടികയിൽ സുധാകരന്റെ പേരിനൊപ്പമുള്ളത് നോക്കി എഴുതിയാൽ മാത്രം മതി. പട്ടികയിലെ ചിത്രം മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം നിലവിലെ ഫോട്ടോ പതിക്കുക. അവിടെ ഫോട്ടോ പതിക്കുക എന്ന കോളത്തിൽ പുതിയ ചിത്രം ഒട്ടിക്കാം. ഫോമിന്റെ ഏറ്റവും താഴെ തീയതി സഹിതമാണ് ഒപ്പിടേണ്ടത്. വീട്ടിലില്ലാത്ത കുടുംബാംഗത്തിന്റെ പേരിലാണ് ഫോം പൂരിപ്പിക്കുന്നത് എങ്കിൽ മുതിർന്ന ഏതെങ്കിലും ഒരു അംഗത്തിന് ഒപ്പിടാം, ഒരു കുഴപ്പവുമില്ല. ബന്ധം അവിടെ സൂചിപ്പിക്കണം എന്ന് മാത്രം. ആരാണോ ഒപ്പിടുന്നത് ആ വോട്ടറുമായിട്ടുള്ള ബന്ധം എന്താണ് അതവിടെ സൂചിപ്പിക്കണം. ഒരു വോട്ടർ 2 ഫോമാണ് പൂരിപ്പിക്കേണ്ടത്. ഇതിൽ ഒരെണ്ണം BLOക്ക് നൽകണം, ഒരെണ്ണം BLOയുടെ ഒപ്പ് വാങ്ങി റെസീറ്റായി നമ്മൾ സൂക്ഷിക്കുകയും വേണം.